Hi guys, welcome back to CarJJ. CarJJ ഇന്ന് വന്നിരിക്കുന്ന ഒരു Dzire വീഡിയോ ആയിട്ടാണ് ട്ടോ. നമുക്ക് ഒരു Dzire വന്നിട്ടുണ്ട്. ടൈപ്പ് 2 മോഡൽ വണ്ടിയാണ്. ഫുൾ പെയിന്റിംഗ് ആൻഡ് സീറ്റ് വർക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. നമ്മളുടെ ഇവിടുന്ന് ഏകദേശം ഒരു 275 കിലോമീറ്റർ അകലെ, അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ് ട്ടോ. അപ്പോൾ അത്ര അകലെയാണ് നമ്മളുടെ ഇവിടെ പെയിന്റിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. വണ്ടിയിൽ നമ്മൾ റിമൂവ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ സാധിച്ചുള്ളൂ. അതിൻ്റെ റിമൂവ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ബോഡി ഫില്ലർ അപ്ലൈ ചെയ്തു. പിന്നെ അതിന് ചെറിയ രീതിയിലുള്ള ഡെന്നിങ് വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു നീറ്റ് വണ്ടി തന്നെയായിരുന്നു. പിന്നെ കസ്റ്റമർക്ക് അതിൻ്റെ സീറ്റ് സ്പോർട്ടി ടൈപ്പ് സീറ്റും കാര്യങ്ങളെല്ലാം ചെയ്യണം. നല്ല രീതിയിൽ വന്നിരിക്കുന്ന ഒരു വർക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ഫുള്ളായിട്ട് തന്നെ ഡെന്നിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ എടുത്തു. അതിന് ശേഷം നമ്മൾ അക്കായി എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോഡി ഫില്ലർ യൂസ് ചെയ്ത് ബോഡി ഷേപ്പിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തു കേട്ടോ. ബോഡിയും കാര്യങ്ങളെല്ലാം ഷേപ്പിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വണ്ടിയും അടിച്ചിരിക്കുന്ന പ്രൈമർ എന്ന് പറയുന്നത് 2K പ്രൈമറാണ് നമ്മൾ ഇതിൽ അടിച്ചിരിക്കുന്നത്. ഹാർഡനർ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രൈമറാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ അടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിക്കാൻ പോകുന്ന പെയിൻറ്റ് കറക്റ്റായിട്ട് ഈ ഒരു സർഫേസിൽ അപ്ലൈ ആവുകയും ചെയ്യും. അതേപോലെ തന്നെ ലോങ് ലൈഫ് നിൽക്കും. നമുക്ക് പെയിൻറ്റിന് കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വരാനുള്ള ചാൻസസ് മാക്സിമം കുറയ്ക്കും ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്നർ സൈഡിൽ പുട്ടിയുടെ ഇഷ്യൂസോ പുട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രാക്കോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും കാരണവശാൽ വരാനായിട്ട് സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് കുറവ് കാര്യങ്ങളെല്ലാം വരും ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുന്ന വഴി. ഇപ്പോൾ 2K ക്വാളിറ്റിയിലുള്ള പ്രൈമറാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളുടെ വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പേൾ വൈറ്റ്, അതേപോലെ റൂഫും പിയാനോ ബ്ലാക്ക് അടിച്ച് വണ്ടിയുടെ പെയിൻറ്റിങ് എല്ലാം ഫിനിഷ് ചെയ്തു. നമ്മുടെ ബൂത്തിൻ്റെ ആ ഒരു മെയിൻ്റനൻസ് വർക്ക് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് അടിച്ച ഒരു വണ്ടിയും കൂടിയാണ് നമ്മളുടെ ഈ ഒരു സ്വിഫ്റ്റ് ഡിസയർ. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിന് സെറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സ്പോർട്ടി വിൻസും തൈ സപ്പോർട്ടുള്ള ടൈപ്പിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് അടിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വണ്ടി ഫുള്ളും സെറ്റിങ്ങും പാർട്സ് ഏതൊക്കെയാണ് റിമൂവ് ചെയ്തിട്ടുള്ള പാർട്സ് അത് തന്നെ റീഫിറ്റ് ചെയ്തിരിക്കുന്നത്. ആകെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് അതിൻ്റെ മഡ് ഫ്ലാപ്പ് മാത്രമാണ്. അതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ബഫ് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തു. അതേപോലെ തന്നെ നമ്മളുടെ ബമ്പറും കാര്യങ്ങളൊക്കെ ആ ബമ്പർ തന്നെ സെറ്റിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം അതിന് വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ വണ്ടിയുടെ ഫൈനൽ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾക്ക് ഈ ഒരു വണ്ടി ഫുൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് 33,000 രൂപയാണ്. സെറ്റിങ്ങിനായിട്ട് ഏകദേശം ഒരു 3,000 രൂപയോളം അഡീഷണൽ ചാർജായിട്ട് വന്നു. അതേപോലെ സീറ്റിൻ്റെ വർക്ക് പല ടൈമിലും പല മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് പല ടൈപ്പ് ആയതുകൊണ്ട് സീറ്റിൻ്റെ വർക്കിൻ്റെ എമൗണ്ട് ഞാനിപ്പോൾ പറയണില്ല.
ഓക്കെ, അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ ലാസ്റ്റ് ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തത് ഞാൻ ഉണ്ടായിരുന്നില്ല, നമ്മുടെ അനിയനെ വെച്ചാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പോരായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ക്ഷമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും